സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. ചേച്ചി ചേച്ചി, അവനെന്നെ തല്ലി. ആര്? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? രാമൻകുട്ടി സാറ്. ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ലേ മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കാം, താൻ ഏത് ആനയുടെ പാപ്പാനാ? പാപ്പാനല്ലടാ, പപ്പൻ. ആനക്കാട്ട് പപ്പൻ. ഫ്രാഡാണല്ലേ? ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കൊണ്ട് കൊക്കയിലെറിയും. അതിന് പ്രസിദ്ധി പറ്റവരാ പുത്തൂരം വീട്ടുകാര്. അറിയാമോ തനിക്ക്? തന്നോടാ ചോദിച്ച. ചാലക്കുടി മൂസാഹാജാരുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി. എറണാകുളത്ത് ജ്വല്ലറി ഉടമസ്ഥന്റെ കാറ് മോട്ടിച്ചു. പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി. ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ആ നിമിഷം നീ അകത്താ. പറയടാ, ഞാൻ ആരാ? പാപ്പാൻ അല്ല, പപ്പൻ. എന്റെ പപ്പേട്ടൻ. मैं उस्तादों का उस्ताद हूँ. समझा? उसका पट्टा. ओरा. എന്തൊരു ശക്തി! चल 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 കിഷോർ കുമാർ. എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിലൊരു മരുമകനാകുക, അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധിപ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച. എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു. ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരകഥയിലെ എംടിയുടെ ചന്തു. ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ നടുവൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉല്ലൂക്കപ്പട്ട. ഓ, അവന്റെ മുടിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാണ് അവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും. അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ. പിന്നെ ഇത്രയും കാലായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത്? അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ? സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയാം, അമ്മയ്ക്കും മകനും. സമ്മതം മോളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പുരട്ടാൻ രാസാദിപ്പൊടിയിട്ട് കാച്ചിയ കുറച്ച് എണ്ണയെടുത്തു വെക്കേ. സംശ ബഹൻ ഖാവോ. ഓ, അവന്റെ ഒരു ഉല്ലൂക്ക. എടാ ആന്റപ്പ, ആ ഹിന്ദിക്കാരനും ഭാര്യ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടാ. എന്റെ അമ്മോ, എന്ത് സാധനോടാ അത്? മിക്കവാറും ഇവിടെ വന്ന ഒരു ബ്ലൗസിന് അളവെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബ്ലൗസ് എന്താടാ?
നാട്ടുകാർ ഇവിടെ വന്ന് എടുക്കണില്ല, പിന്നെ ബംഗാളികൾ. അത്ര ഇങ്ങനെ ആലോചിച്ച് കൂട്ടണ്ട. നമസ്കാരം. അല്ല, ഇത് ആരൊക്കെ വന്നേക്കണത്? ഭായി ഒരു ബഹനോ മേരെ തയ്യൽ കടയിലേക്ക് ആവോനാ? ആകെ ഒരു ഹിന്ദി വാക്ക് അറിയാമുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അതാ ഇഷ്ടം. സമാധാനായി. അല്ല, വന്ന കാര്യം എന്താ? ഒരു തയ്യൽ പണിയുണ്ട്. അതാണല്ലോ എന്റെ പണി. എന്താ തയ്ക്കണ്ടേന്ന് പറ. ഇവൾക്കൊരു ബ്ലൗസ് വേണം. അതിനെന്താ അളവ് ബ്ലൗസും തുണിയും എടുത്തോ? ব্লাউজ হবে নতুন মাপে। ഞാനങ്ങനെ പേയായിട്ടൊന്നും കട്ടിയല്ല, കട്ടിനെ കറക്റ്റായിട്ട് ഞാൻ കട്ടിയുള്ളൂ. അളവെടുക്കണ്ടാ പറഞ്ഞു. എന്നാന്ന്? പുതിയ അളവെടുക്കണ്ടേ? তুমি এখানে শেষ করে বাড়ি যাও, আমি বাজার থেকে আসছি। না ശരി. ഷിബു, ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിന്റെ അസുദിനമെത്തി. ഷിബു, ചെന്നളവെടുക്ക്. എന്താ നിൽക്കുന്നേ? പോയി അളവെടുക്ക്. മുഴക്കോലെടുക്ക്, മുഴക്കോലെടുക്ക്. മുഴക്കോൽ എന്തിനാ? അളവെടുക്കാനാന്ന്. ടേപ്പ് കൊണ്ടല്ലേ അളവെടുക്കാൻ? എന്നാ ടേപ്പ് എടുക്ക്. ടേപ്പല്ലേ തോളത്തെടുക്കുന്നേ? പോയിട്ടാ. സാരി ഒന്ന് മാറ്റണം. এই মডেলটা ঠিক। ഫുൾ കൈ ഷർട്ടാണ് തയ്ക്കേണ്ടത്. എന്റെ തയ്യൽ പരമ്പര ദൈവങ്ങളെ, എന്നെ തയ്യൽ പിടിപ്പിച്ച് ജോളിച്ചേട്ടാ ശക്തി തരൂ. എന്നാ ഇതറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ബുക്ക് എടുത്ത് എഴുതാൻ. 17 എഴുത്. 37. 30. 11. 9. ചേച്ചി നോക്കോ, നാളെ തന്നേക്കാം. 5. നിന്ന് ചെല്ല്. എന്റെ പൊന്നു ബ്ലൗസ്. എടാ മണ്ട, ഉറക്കം വരുന്ന കാല് വെള്ളത്തിയിട്ട് പഠിക്ക്. ഓ അത് ശരിയാ, കാല് മാത്രം ആക്കണമെന്നാ, ശരീരം മുഴുവൻ വെള്ളത്തിയിടാ. ഓ ശരി ശരി. അയ്യോ എന്തോന്നടാ ഇത്? നെത്തോലി മീനോ? എന്തായാലും പഠിക്കുക. 3 theory of Newton's. For any action there is equal and opposite reaction. എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന്. നമ്മൾ ആണുങ്ങളുടെ കാര്യങ്ങളെല്ലാം ചകപുക. ഈ ന്യൂട്ടന്റെ ഒരു കാര്യേ, അയ്യോ എന്റെ അമ്മ,
ഞാൻ കണ്ടുപിടിച്ചേ സ്വിമ്മിംഗ് പൂളിൽ നെത്തോലി മീൻ. നത്തോലിയും കരിമീനൊന്നല്ല, നീർക്കോലിയായിരിക്കും. കടിച്ചെടുക്കും, സൂക്ഷിച്ചോ. അവന്റെ ഒരു മീനും നത്തോലി. അയ്യോ അയ്യോ, അല്ലടോ ഇതാ മലബാരത്തിയോ? അല്ലടോ കുളി നനിയൊന്നും ഇല്ലേ? Mr. Shashi. ശശി, Yeah, this is Open Gangnam style. അപ്പൊ ഇതോ? This is English style. This is dating style and living together. അപ്പൊ ഇവിടെ ഒന്നാ ശരിയാവില്ല. This is too much. ഇത് ഓപ്പൺ പൊട്ടൽ സ്റ്റൈൽ, ഇത് ഹൈടെക് വണ്ടർ സ്റ്റൈൽ. ഞാനൊന്നും കണ്ടില്ലേ, കാലം മാറിപ്പോയി. ചുംബന സമരം, നിൽപ്പ് സമരം, ഇങ്ങനെ പോയാ കിടപ്പ് സമരം അടുത്ത് തന്നെ വരുമായിരിക്കും. ഇതിനും ഭേദം എടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓടുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുത്താ പോരായിരുന്നോ? ബ്ലഡി ഫൂൾസ്. നല്ല പണി. ഇതാണ് പറഞ്ഞത്, നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടണമെന്ന്. ഇല്ലെങ്കിൽ ഇതുപോലെ നൂലും തുണിയില്ലാത്ത പാവേനെ വെച്ച് കളിപ്പിക്കേണ്ടി വരും. കൊണ്ടുപോടാ വിടുന്നത്. വന്നല്ലോ കരിമുട്ടി. അയ്യോ, വിവാഹപ്രായം ചുരുക്കണം എന്ന് എല്ലാരും പറയും. പറഞ്ഞിട്ടെന്ത് പ്രയോജനം? പണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് 2 പിള്ളേരുണ്ടാവുമായിരുന്നു. പഠിക്കാൻ വന്നിട്ടോ അതും നടന്നില്ല. ദേ കിടക്കണം, പഠിക്കാനോ കഴിഞ്ഞില്ല. ഈ പറഞ്ഞതിനെങ്കിലും എന്റെ ശരീരം കൊണ്ട് കഴിയുവോ? ഹേടാ, തേങ്ങ ഉടച്ചാലേ അതിനകത്ത് വെള്ളം കാണൂ. ചിലതിൽ വെള്ളവും കാണില്ല, പേട്ട തേങ്ങയായിരിക്കും, ദൈവനെ പോലെ. അയ്യോ, ഒരു വെള്ളക്കറിഞ്ഞു പോടാ. എടാ, ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായകനുള്ള അവാർഡ് നമ്മുടെ മനുവിനാ.